ഹായ് നമസ്കാരം, അഭിലാഷ് ഏട്ടായാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരൻ്റെ ഓട്ടോ സ്റ്റാൻഡ് നമ്മുടെ പെരേരയുടെ വീട്ടുമുറ്റമാണ്. പെരേരയുടെ വീടിൻ്റെ മുറ്റമാണ് ഇപ്പോഴത്തെ ഓട്ടോ സ്റ്റാൻഡ്. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് വിഷ്ണു കൊച്ചിക്കാരൻ. ഓട്ടോറിക്ഷ ഓടിച്ച് മാത്രമാണ് ആ പാവം ജീവിച്ചു പോകുന്നത്. പെരേരയുടെ ഞണ്ണി തിന്നാനോ പെരേരയുടെ പൈസ വാങ്ങാനോ ഒന്നും വരുന്നതല്ല കേട്ടോ. പിന്നെ എന്തോ ഓട്ടോ സ്റ്റാൻഡ് പെരേരയുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാക്കി മാറ്റി. എന്താണെന്നറിയില്ല, അവിടെ കിടന്ന കുറേ ഓട്ടം കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. എന്തായാലും അടിപൊളി. ഇവൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ പെരേര പെണ്ണുപിടിയനാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ വേറെന്തോ പറഞ്ഞല്ലോ, കോമാളിയാണ്. കോമാളി ആയതുകൊണ്ട് ഇവന് ശങ്കർ സാറില്ലേ, നമ്മുടെ തമിഴിലെ ഇന്ത്യനൊക്കെ പിടിച്ച ശങ്കർ സാറിൻ്റെ സിനിമ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറയാൻ കാരണം നമ്മുടെ ആറാട്ടനെ കുറിച്ച് ഇവനൊരു വീഡിയോ ഇട്ടു. ആറാട്ടനെ കുറിച്ച് പെരേരേനെ കൊണ്ട് പറയിപ്പിച്ച് വീഡിയോ ഇടിപ്പിച്ചു. ഈ നാറിക്കത് പറയേണ്ട കാര്യമുണ്ടോ? രാവിലെ പോയി അണ്ണൻ്റെ അടുത്ത് നിന്ന് മൂഞ്ചും, പിന്നെ വന്നിട്ട് പെരേരയുടെ അടുത്ത് നിന്ന് മൂഞ്ചുന്ന പരിപാടിയാണ് വിഷ്ണുവിന്. അണ്ണൻ പറഞ്ഞ് കറക്റ്റാ, കുണ്ടനാന്ന് പറഞ്ഞ കറക്റ്റാ. അണ്ണൻ ഇവനിട്ട പേരാണ് കുണ്ടൻ വിഷ്ണു. ഇവനിട്ട പേരാണ് കുണ്ടൻ വിഷ്ണു. കുണ്ടൻ ഞാനിട്ടാലാട്ടോ, ആറാട്ടറിനിട്ട പേരാണ് കുണ്ടൻ വിഷ്ണു. അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നണത്. കാരണം ഈ കുണ്ടത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റേ കൂവല്ല, കുണ്ടത്തരങ്ങൾ. അപ്പോൾ വിഷ്ണു, ആറാട്ടെണ്ണം പറഞ്ഞ കറക്റ്റാണ്, നിന്നെ കുണ്ടാന്ന് തന്നെ വിളിക്കണം. എന്തിനാണ് ആ പെരേരനെ നീ ചാരി ഇരുത്തി വീഡിയോ എടുപ്പിച്ച് നിൻ്റെ പേജിലിടുന്നത്? ഞങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചോ, നിനക്ക് പൈസ ഇടുന്നുണ്ട്, നിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് നിനക്ക് പൈസ ഇടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നീ ആ പരിപാടി ചെയ്യണേ. ഈ കഴിഞ്ഞ ദിവസം നീ ഊമ്പിയ തരം കാണിച്ചത് ഞാൻ ഒരാളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കിട്ട് പണിക്കൊണ്ടിരിക്കുന്ന പരിപാടി നീ നടത്തുന്നുണ്ട്. നീ വീണ്ടും ആ ചെറുക്കനെ പിടിച്ചിരുത്തി വീഡിയോ ചെയ്തപ്പോൾ എന്നെ ബാധിക്കുന്ന കേസായതുകൊണ്ട് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഇനിയും വീഡിയോ ഇടുമ്പോൾ എന്നെ ബാധിക്കുന്നൊരു കേസായതുകൊണ്ട് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞപ്പോൾ നീ അത് മുതലെടുത്ത് എൻ്റെ പല വീഡിയോ ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് പോസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ആറാട്ടെണ്ണം പറഞ്ഞ കറക്റ്റ് കാര്യം, നീ കുണ്ടൻ തന്നെയാണ്, കുണ്ടത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീ ഇപ്പോൾ സ്റ്റാൻഡ് മാറ്റി പെരേരയുടെ വീടിൻ്റെ അവിടെ ഇട്ടേക്കണതിൻ്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇറക്കിക്കോളാം, മനസ്സിലായില്ലേ? പിന്നെ നീ ഇന്ന് ആറാട്ടനെ കുറിച്ച് പറഞ്ഞ് നീ ആ വീഡിയോ ഇടിപ്പിച്ച് നാറിയ തരാണ്, മനസ്സിലായില്ലേ? ആറാട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ആറാട്ടൻ്റെ അടുത്ത് നിന്ന് മൂഞ്ചി തിന്നുന്ന പരിപാടി നിനക്കുണ്ട്, അറിയാലോ. അതെനിക്കറിയാതെ നീ എന്താ പരിപാടി ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായില്ലേ? നിന്നെ നന്നായിട്ട് പഠിച്ചവനാണ് ഞാൻ. ഇപ്പോൾ പെരേരനെ വെച്ചിട്ട് നീ മുതലെടുക്കുന്ന പരിപാടിയാണ്. പെരേരനെ നീ ഓരോ വീഡിയോ എടുത്തിട്ട് തിന്നുന്നതും തൂറുന്നതും, പെരേര തൂർന്ന വീഡിയോ വരെ നീ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിനക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ. അതാ മറ്റേ മയിറിനെ അറിയില്ല, മനസ്സിലായില്ലേ? അവനറിയില്ല, അവനതിനുള്ള കഴിവില്ല. കാരണം അവൻ്റെ അമ്മയ്ക്കും അച്ഛനും നീ ഒരു ദിവസം പരസ്യമായിട്ട് തെറി വിളിച്ചതാണ്. അതൊക്കെ രസമായിട്ടാണ് പെരേരയ്ക്ക് തോന്നണത്. നീ തെറി വിളിച്ചത് രസമായിട്ടാണ് തോന്നണത്. അതുകൊണ്ട് അവനറിയില്ല. അപ്പോൾ ഇന്നും കൂടെ പെരേര എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ പൈസ വാങ്ങിക്കൊണ്ട് പോകണ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. നീ ഓട്ടോറിക്ഷ ഓടിക്കുക എന്ന് പറഞ്ഞ പേരിൽ 3000 2000 ഒക്കെ വാങ്ങിക്കൊണ്ട് പോകണ കാര്യം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്തെങ്കിലും ആട്ടെ, നിനക്ക് മൂഞ്ചി തിന്നാൻ കിട്ടുമെങ്കിൽ നീ മൂഞ്ചി തിന്നോ. നിൻ്റെ സ്റ്റാൻഡ് എന്തായാലും പെരേരയുടെ വീടിൻ്റെ ഫ്രണ്ടിലാക്കി, എന്തായാലും നന്നായി, അടിപൊളി. നീ എന്തായാലും അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്തായാലും കേട്ടോ. അപ്പോൾ ഒരു കാര്യം, ഈ ആറാട്ടനെ കുറ്റം പറയുമ്പോൾ അയാളുടെ നിന്ന് ഒരുപാട് പൈസ വാങ്ങി നീ മൂഞ്ചിയിട്ടുണ്ട്, ആ കാര്യം മറക്കരുത്, മനസ്സിലായില്ലേ? പിന്നെ എന്നെക്കുറിച്ച് നീ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, നീ ആ കമൻ്റ് ഇടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു നിൻ്റെ ഈ ഫേസ്ബുക്കിൻ്റെ താഴെ. അത് ഞാൻ പറയുന്നില്ല, ആ കമൻറ്റ് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലായില്ലേ? കമൻറ്റൊന്നും നീ നോക്കില്ല, കാരണം കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ നിനക്ക് പേടിയാണ്. കമൻറ്റിൽ റിപ്ലൈ കൊടുത്ത് പറയുന്നവർ ബ്ലോക്കാക്കി പോകുന്ന പരിപാടിയാണ് നിനക്ക്. കാരണം നീ ഭയങ്കര ധൈര്യശാലി എന്ന് പറയുന്നത്, നീ പേടിച്ച് തൂറിപ്പോണ ആളാണെന്ന് എനിക്കറിയാതെ. അപ്പോൾ ആ ചെറുക്കനെ വെച്ചുകൊണ്ടുള്ള പരിപാടി നീ സ്റ്റോപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. അവനെ വെച്ചിട്ട് മുതലെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വീഡിയോ എടുത്തിട്ട് നിൻ്റെ ഫേസ്ബുക്കിലിട്ടിട്ട് റീച്ചാക്കി പൈസ ഉണ്ടാക്കുന്ന പരിപാടി, അത് ആ പൊട്ടനറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ആറാട്ടനെ പറയാൻ നിനക്കൊന്നും ഒരു യോഗ്യതയില്ല, മനസ്സിലായില്ലേ? അയാൾ പറഞ്ഞാൽ കറക്റ്റാണ്, കുണ്ടൻ വിഷ്ണു. ഞാൻ പറഞ്ഞല്ല, അയാൾ പറഞ്ഞ കേട്ടോ. പിന്നെ എനിക്കിട്ട് പണിയുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഞാനും നല്ല പണി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഓക്കെ, ഇപ്പം നിനക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓട്ടോ സ്റ്റാൻഡ് ഇടക്കൊച്ചിയിലാക്കിയല്ലേ, കള്ളൻ.